മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. അത് കഴിയുമ്പോ ആ ജന്മം അവസാനിക്കും. അപ്പോ എന്റെ അമ്മയുടെ ലക്ഷ്യം എന്തായിരുന്നു? മീരമോൾക്ക് ജന്മം നൽകുക. അതായിരുന്നു മോളുടെ അമ്മയുടെ ജീവിത ലക്ഷ്യം. ജന്മം തന്നാ മാത്രം മതിയോ? ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്നെ വളർത്തണ്ടേ? മീരമോള് വളരേണ്ടത് സ്വന്തം അമ്മയുടെ കൂടെ അല്ലെന്ന വിധി. ഞാനും അങ്ങനെയായിരുന്നു. അയ്യോ, അപ്പൊ കണ്ണേട്ടന്റെ അമ്മയും കണ്ണേട്ടൻ കുഞ്ഞായിരുന്നപ്പോ മരിച്ചുപോയോ? ഇല്ല. പിന്നെ എന്റെ അച്ഛനെയും അമ്മയും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലാക്കി. എന്നെ വളർത്തിയത് വേറൊരു അമ്മയാ. ഒത്തിരി സ്നേഹം തന്ന് ആ അമ്മ എന്നെ വളർത്തി. ഞാൻ വളർന്നത് എന്റെ വീട്ടിൽ പോലും അല്ല, ദൂരെ ഒരു സ്ഥലത്ത് എന്റെ വളർത്തച്ഛന്റെയും വളർത്തമ്മയുടെയും വീട്ടിൽ ഞാൻ വളർന്നു. എനിക്കവിടെ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ആണോ? എനിക്കിവിടെ കൂട്ടുകാരാരുമില്ല. ഞാനുണ്ടല്ലോ. ആ, അത് ശരിയാ. കണ്ണേട്ടാ, കണ്ണേട്ടന്റെ അച്ഛനെയും അമ്മയും ആരാ ജയിലാക്കിയത്? അതെന്റെ അമ്മാവൻ തന്നെയാ. സ്വന്തം അമ്മാവനോ? അതെ. ഷോ, സ്വന്തം അമ്മാവൻ അങ്ങനെയൊക്കെ ചെയ്യോ? പാവം കണ്ണേട്ടൻ. എന്റെ അമ്മാവൻ അങ്ങനെ ചെയ്തു. എന്റെ അമ്മാവൻ പാവം കേട്ടോ. എന്റെ അമ്മാവന് 2 മക്കളുണ്ട്, വിശാലേട്ടനും വിദ്യയും. വിദ്യ ഡാൻസ് ഒക്കെ ചെയ്യും. മീരക്കുട്ടി ഡാൻസ് ഒക്കെ ചെയ്യണം കേട്ടോ. അതെ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മീരക്കുട്ടി വലുതാവുമ്പോ ആരാകാൻ ആഗ്രഹിക്കുന്നേ? അറിയില്ല. ഞാൻ ആരാവും? കണ്ണേട്ടിന് പറയാൻ പറ്റുമോ? അതൊക്കെ പറ്റും, പക്ഷേ അത് സസ്പെൻസാ. എല്ലാം അറിഞ്ഞ് ജീവിക്കാൻ ഒരു രസം ഉണ്ടാവില്ല. കണ്ണേട്ടൻ കള്ളത്തരം പറയുക. അതെന്താ? അറിയാത്തോണ്ടല്ലേ പറയാത്തത്. കണ്ണേട്ടൻ എങ്ങനെ ഇതൊക്കെ അറിയാനാ? അതെ, ഞാനെങ്ങനെ അറിയാനാ? പോവാം. വീടെത്തിയല്ലോ. കണ്ണേട്ടന് ഇതാണ് എന്റെ വീടെന്നറിയാവോ? ആ, അറിയാലോ. എങ്ങനെ? കണ്ണേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലല്ലോ. ആര് പറഞ്ഞു വന്നിട്ടില്ലാന്ന്? എപ്പോഴാ വന്നത്? ഞാൻ ഓർക്കുന്നില്ലല്ലോ. വെറുതെ പറയല്ലേ. ഞാനേ നിറപറ എടുക്കാൻ വന്നിട്ടുണ്ട്. നിറപറ എടുക്കാനോ? അതെ, അമ്പലത്തിൽ നിന്ന് എല്ലാ വർഷവും നിറപറ എടുക്കാൻ വരാറില്ലേ? ആനപ്പുറത്ത് ഭഗവാനെ ഇരുത്തി എല്ലാ വീട്ടിലും വന്ന് അരിയും നെല്ലൊക്കെ എടുക്കില്ലേ? ആ, അവരുടെ കൂടെ കണ്ണേട്ടൻ വരാറുണ്ടോ? മോളെന്നാ വീട്ടിലേക്ക് കേറിക്കോ, ഞാൻ പോട്ടെ. കണ്ണേട്ടൻ വരുന്നില്ലേ? വാ, അച്ഛനിപ്പോ വരും. അച്ഛനെ കണ്ടിട്ട് പോവാലോ. എനിക്ക് പോയിട്ട് തിരക്കുണ്ട് മോളെ. അച്ഛനെ വേറൊരു ദിവസം പരിചയപ്പെടാട്ടോ. എന്നാ ശരി, ടാറ്റാ. ടാറ്റാ. മോളിങ് എത്തിയല്ലേ? ഞാൻ ബസ് ഇറങ്ങുന്നിടത്ത് എത്തിയിട്ട് ആയെ വിളിച്ചപ്പോ ബസ് പോയിന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ടെൻഷനായി. ഞാൻ കണ്ണേട്ടിന്റെ കൂടെ ഇങ്ങ് വന്നു. ഇപ്പൊ എത്തിയതേ ഉള്ളൂ. എന്നിട്ട് അച്ഛൻ ആരെയും കണ്ടില്ലല്ലോ. കണ്ണേട്ടൻ പോയിട്ടുണ്ടാവും. ഈ വഴിയിലല്ലേ പോകൂ? അതെ. അവിടെയൊന്നും ആരെയും കണ്ടില്ല. എന്നാ കണ്ണേട്ട് ഓടിപ്പോയി കാണും. വേഗം പോണോന്ന് പറഞ്ഞാ പോയത്. നാളെ മുതൽ മോൾ ആരുടെയും കൂടെ വരണ്ട കേട്ടോ.
അച്ഛൻ നേരത്തെ വന്നോളാം. ഉം. എന്നാ മോള് വാ. ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പ്രയോജനവും കാണുന്നില്ല. മീരയുടെ മനസ്സിൽ എന്താന്ന് അവള് പറയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഹരി ടെൻഷൻ ആവാതെ നമുക്ക് ആലോചിച്ചൊരു പരിഹാരം ഉണ്ടാക്കാം. ജോലിയുടെ കാര്യവും കൈവിട്ട് പോയി തുടങ്ങി. അതെനിക്കൊരു ഇഷ്യൂ അല്ല. മീരയുടെ കാര്യവും എനിക്ക് പ്രധാനം. അതിന് ഒരു ജോലി ഉണ്ടെങ്കിലല്ലേ മീരെ നന്നായിട്ട് നോക്കാൻ പറ്റൂ ഹരി. അതെ, അതിപ്പോ ജോലി പോയാലും ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. നാട്ടിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങി ജീവിക്കാനൊക്കെ വലിയ പ്രയാസമാണ് ഹരി. അതെ, ഹരിയുടെ ഈ മാനസികാവസ്ഥയിൽ ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ അത് മാനേജ് ചെയ്യാൻ പാടുപെടും. മീരയെ കുറച്ച് ദിവസം മനോജന്റെ വീട്ടിൽ നിർത്തിയാലോ? അവിടെ അമ്മ വയ്യാതെ കിടക്കുക. ധന്യയ്ക്ക് അമ്മയെ നോക്കണം. പിന്നെ വിശാലിനും വിദ്യയ്ക്കും സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളും ചെയ്യണം. ഇതിനിടയിൽ അവിടെയും മീരയെ നോക്കാൻ ആളില്ലാതെ വരും. നോക്കാൻ ആളില്ലാതെ ഒറ്റപ്പെടാനാ സാധ്യത. അത് മാത്രമല്ല, അവിടെ വന്നാൽ മീരയ്ക്ക് വീണ്ടും സ്കൂളിൽ പോകാൻ പറ്റാതെ വരും. നേരത്തെ ഒരിക്കൽ സംസാരിച്ചിട്ട് ഹരി സമ്മതിക്കാതിരുന്ന കാര്യം മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ തോന്നും. എന്ത്? ഹരി മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. അത് ഞാനും മുൻപ് പറഞ്ഞതാ. മീരയുടെ ജീവിതമല്ലേ വലുത്. അവൾക്ക് വേണ്ടി ഹരി ഇതിനെ സമ്മതിക്കണം. മീരയെ സ്വന്തം മകളായി അംഗീകരിച്ച് സ്നേഹിക്കാൻ തയ്യാറുള്ള ഒരാളെ കണ്ടെത്തി ഹരി വിവാഹം കഴിക്കണം. എന്റെ മനസ്സിൽ അങ്ങനൊരു ചിന്ത പോലും ഇല്ല ജയ. സുലോചന അമ്മായി വീട്ടിൽ വന്നപ്പോ ഇക്കാര്യം സംസാരിച്ചതാ. സരവിന്റെ ഭർത്താവിന്റെ പെങ്ങൾ ഡൈവോഴ്സായി വീട്ടിൽ നിൽപ്പുണ്ട്, ആലോചിക്കാന്ന് പറഞ്ഞു. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. ഹരിക്ക് താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇത് ഹരിക്ക് വേണ്ടിയല്ല, മീരയ്ക്ക് വേണ്ടിയാ. അതെ, ഇതിനേക്കാൾ നല്ലൊരു വഴി ഹരിക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാമായിരുന്നു. ആ, മീരയെ നോക്കാനും സ്നേഹിക്കാനും ഒരാൾ വേണം. അതിനൊപ്പം ഹരിക്ക് ജോലിക്ക് പോകാൻ സാധിക്കണം. ഹരി മോളെ ബോർഡിംഗ് സ്കൂളിൽ അയക്കാന്ന് വെച്ചാൽ അവിടെ സ്നേഹിക്കാൻ ആളുണ്ടാവില്ല. നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയല്ലേ ഹരി? മായ എൻ്റെ പെങ്ങളാണ്. അവളെ ഹരി പൊന്നുപോലെ നോക്കിയത്. ഹരിയുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായ പോവില്ല. അതൊക്കെ എനിക്കറിയാം. മായയോടുള്ള സ്നേഹം കൊണ്ടാണ് ഹരിക്ക് മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കാൻ സാധിക്കാത്തതെന്നും എനിക്കറിയാം. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ആങ്ങള എന്ന നിലയിൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ മായയുടെ നഷ്ടം നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. മീര എൻ്റെ പെങ്ങളുടെ മോളാ. അവള് കഷ്ടപ്പെടുന്നത് എനിക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഹരി മീരയ്ക്ക് വേണ്ടി ഹരി മനസ്സുകൊണ്ട് തയ്യാറാവണം. അവളെ സ്നേഹിച്ച് വളർത്താൻ പറ്റിയ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. മീരയ്ക്ക് ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമോ? മീര കുട്ടിയല്ലേ ഹരി. അവളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് മായ തന്നെയായിരിക്കും, അതിലൊരു സംശയവുമില്ല. പക്ഷെ കാലങ്ങൾ കഴിയുമ്പോൾ എല്ലാത്തിനും മാറ്റം വരും. പതിയെ മീരയും എല്ലാം അംഗീകരിക്കും. എനിക്കറിയില്ല. ഞാൻ മീരയോടൊന്ന് ചോദിച്ചു നോക്കാം. എന്നാൽ അതാദ്യം ചെയ്യ്. ഞങ്ങൾ ഹരിക്കും മീരയ്ക്കും പറ്റുന്ന ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കാം.
ധന്യ, നീ ഒന്നിരുന്നേ, കുറച്ച് സംസാരിക്കണം. എന്താ മനുചേട്ടാ? ഞാനും അജയനും ഇന്ന് ഹരിയോട് സംസാരിച്ചിരുന്നു. എന്നിട്ട്? മീരയുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ ഹരി നട്ടം തിരിയുക. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളല്ലേ. നന്നായി പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടെ മാനേജ് ചെയ്തങ്ങ് പോണം. കഴിഞ്ഞ ദിവസം ഞാൻ നിന്നോട് പറഞ്ഞ നീ ഇപ്പൊ തിരിച്ചു പറയുന്നതല്ലോ അല്ലേ? ഹേയ്, ഒരിക്കലും അല്ല. സംഭവം എന്താന്ന് വെച്ചാല് ഞാനും അജയനും കൂടി ഹരിയോട് കല്യാണത്തെ കുറിച്ച് സംസാരിച്ചായിരുന്നു. ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ? ആ അതെ, പക്ഷെ അന്നത്തെ സിറ്റുവേഷൻ അല്ലല്ലോ ഇപ്പോ. ഹരിക്ക് മീരയുടെ കാര്യം നോക്കിയില്ലേ പറ്റൂ. പിന്നെ ഹരി വിവാഹത്തിന് പാതി സമ്മതം അറിയിച്ചിട്ടുണ്ട്. ആണോ? ആ, ഇനി അതിനു പറ്റിയ ഒരാള് വേണം. ഹരിയുടെ സുലോചന അമ്മായി അവരുടെ ഒരു ബന്ധുവിന്റെ കാര്യം പറഞ്ഞു എന്ന് ഹരി പറഞ്ഞായിരുന്നു. ആ സരയുവിന്റെ ഭർത്താവിന്റെ പെങ്ങളുടെ കാര്യമായിരിക്കും. വിവേകിന്റെ പെങ്ങളില്ലേ? നിനക്കറിയോ? അറിയാം, അത് ഡിവോഴ്സ് ആയിരിക്കല്ലേ? ആ അത് തന്നെ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാന്നേ? ഹരിയുടെ അമ്മായിയെ പോലും എനിക്ക് ശരിക്കറിയില്ല. ഈ വിവേകിന്റെ പെങ്ങളെ കല്യാണം കഴിച്ചതേ എറണാകുളത്തുള്ള സുധാകരൻ മാമന്റെ രണ്ടാമത്തെ മോനാ. സുധാകരൻ മാമനോ? അതാരാ? നമ്മൾ ഒരിക്കൽ എറണാകുളത്ത് പോയപ്പോ മാമന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. എന്റെ അമ്മയുടെ കസിനാ മാമൻ. ആ, ചെറിയൊരു ഓർമ്മയുണ്ട്. എടി, എന്താ ഡിവോഴ്സ് ആയത്? ആ, അതൊക്കെ നമ്മൾ എങ്ങനെ അറിയാനാ? സത്യം അവർക്ക് മാത്രമേ അറിയൂ. പിന്നെ പുറത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. അത് ശരിയാ. എന്നാലും ഹരി ആ കുട്ടിയെ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത്. എന്താ? അതിനധികം പ്രായമൊന്നുമില്ല. പക്വത അത്രയ്ക്കൊക്കെ ഉണ്ടാവൂന്ന് കൂട്ടിക്കോ. ഇപ്പൊ ഹരി രണ്ടാമതൊരു കല്യാണത്തിന് തയ്യാറാവുന്നത് തന്നെ മീരയ്ക്ക് വേണ്ടിയല്ലേ? അതെ അതെ, കാര്യവിവരമില്ലാത്തൊരു പെണ്ണിനെ കൊണ്ടുവന്ന് കൊച്ചിനെ നോക്കാൻ ഏൽപ്പിച്ചാ എങ്ങനെ ഇരിക്കും? ഇതൊക്കെ നോക്കാതെയാണോ അമ്മായി ഹരിക്ക് വേണ്ടി ആ പെണ്ണിനെ ആലോചിച്ച്? അവരൊക്കെ പഴയ ആൾക്കാരല്ലേ മനോജേട്ടാ. ഹരിയെ കുറിച്ച് മാത്രമേ അമ്മായി ചിന്തിച്ചിട്ടുണ്ടാവൂ. അങ്ങനെ നോക്കുമ്പോ പ്രായം കുറഞ്ഞൊരു സുന്ദരി പെണ്ണ് ഹരിക്ക് ഭാര്യയാവുമല്ലോ. പോരാത്തതിന് സരയുവിന്റെ നാത്തൂനും. അത് കെട്ടാതെ വീട്ടിൽ നിന്നാ അതിന്റെ കുഴപ്പവും സരയുവിന് തന്നെയല്ലേ വരൂ. അങ്ങനെ ഒരു കൊളുത്ത് ഇതിനകത്തുണ്ട്. എന്റെ അമ്മേ, നീ എങ്ങനെയാടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചെടുക്കുന്നേ? ആ, അതാണ് പെണ്ണിന്റെ ബുദ്ധി. അപ്പൊ അത് ശരിയാവില്ലല്ലേ? ഹരിക്ക് പറ്റിയത് ബീന തന്നെയാ. ബീനയാവുമ്പോ ഹരിയുടെ അതേ അവസ്ഥയിൽ കൂടെ തന്നെയാ കടന്നു പോകുന്നത്. രണ്ടുപേരും തുല്യ ദുഃഖിതരാവുമ്പോ പരസ്പരം മനസ്സിലാക്കാൻ എളുപ്പമാവും. അല്ല, ബീന കല്യാണത്തിന് സമ്മതിക്കുമോ? അതറിയില്ല. ഞാൻ ബീനയോട് സംസാരിക്കാം. നടന്നാ ബീനയ്ക്ക് ഹരിക്ക് ഒരു ജീവിതമാവും. മീരയ്ക്ക് ഒരു അമ്മയും കിട്ടും. ബീനയുടെ മോന് ഒരച്ഛനെയും കിട്ടും. നീ പറയുന്ന കേട്ടിട്ട് ഇതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു. എന്തായാലും നീ ഉടനെ തന്നെ ബീനയോടൊന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ നാളെ തന്നെ ബീനയോട് സംസാരിക്കാം. ശരി, ഞാൻ ഇപ്പൊ വരാം മനോജേട്ടാ. മോള് കിടന്നോളൂ. മോളെ, എന്താ അച്ഛാ? മോൾക്ക് അമ്മ വേണമെന്ന് തോന്നുന്നുണ്ടോ? എപ്പോഴും തോന്നുന്നുണ്ട്. പക്ഷെ അമ്മീന് ഒരിക്കലും വരില്ലല്ലോ അച്ഛാ. വരാനും പറ്റില്ലല്ലോ.
മായയ്ക്ക് ഒരിക്കലും ഇനി നമ്മുടെ അടുത്തേക്ക് വരാൻ പറ്റില്ല. പക്ഷേ മോളെ സ്നേഹിക്കാനും മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാനും വളർത്തി വലുതാക്കാനും ഒരമ്മ വേണ്ടേ? മീരക്കുട്ടിയെ നോക്കാൻ ചിലപ്പോ വേറൊരമ്മ വന്നൂന്നിരിക്കും. വേറൊരമ്മയോ? അതെ. വേണ്ട, എനിക്ക് എൻ്റെ അമ്മ തന്നെ മതി. മീരക്കുട്ടിയുടെ അമ്മയ്ക്ക് ഇനി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടിയായ മീരമോളെ വളർത്താൻ ഒരാൾ വേണ്ടേ? മോളുടെ അച്ഛൻ ജോലിക്ക് പോകുമ്പോ ആരാ മോളെ നോക്കാനുള്ളത്? പുതിയ അമ്മ വരുന്ന കാര്യമാണോ അച്ഛൻ പറയുന്നത്? അച്ഛ, എൻ്റെ അമ്മയെ പോലെ തന്നെ ആയിരിക്കോ പുതിയ അമ്മയും? എന്നെ വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരമ്മ വരുമെന്ന് കണ്ണേട്ടൻ പറഞ്ഞിരുന്നു. അതാരാ കണ്ണേട്ടൻ? ബസ് കയറുന്നിടത്ത് വരുന്ന കണ്ണേട്ടൻ. കണ്ണേട്ടനെ വളർത്തിയതും വേറൊരു അമ്മയാണെന്നാ പറഞ്ഞേ. ആ, പെട്ടെന്ന് മോള് കണ്ണേട്ടൻ എന്ന് പറഞ്ഞപ്പോ അച്ഛൻ കുറച്ചു ആരാന്ന്. ബസ് കയറാൻ നിൽക്കുമ്പോ ഇതൊക്കെയാ പറയുന്നേ? കണ്ണേട്ടനെ എല്ലാം അറിയാം, എനിക്ക് എല്ലാം പറഞ്ഞുതരും. ഈ കണ്ണേട്ടനൊന്ന് പരിചയപ്പെടണമല്ലോ. അച്ഛക്ക് കാണിച്ചു തരണേ. എന്നെ ബസ്സിൽ കയറ്റി വിടാൻ വന്നാ മതി. കണ്ണേട്ടൻ ചില ദിവസമൊക്കെ ഇവിടെ ഉണ്ടാവും. വരാം. അച്ഛ, പുതിയ അമ്മ എൻ്റെ അമ്മയെ പോലെ എന്നോട് ഒത്തിരി സ്നേഹമുള്ള അമ്മയായിരിക്കൂ? എന്റെ മോളെ നന്നായി നോക്കുന്ന അമ്മയെ മാത്രം നമുക്കിവിടെ കൊണ്ടുവന്നാ മതി. എന്നാ മോൾ ഉറങ്ങിക്കോ. എൻ്റെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു വരാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് എൻ്റെ അമ്മ തന്നെ മതിയായിരുന്നു. അമ്മേ, എനിക്ക് അമ്മ അടുത്തില്ലാത്തോണ്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. എത്ര ദിവസമായെന്നോ ഞാനൊന്ന് ഉറങ്ങിയിട്ട്. അമ്മ എപ്പോഴും മോളുടെ ഒപ്പം ചേർന്ന് തന്നെയുണ്ട്. എൻ്റെ പൊന്നുമോൾ ഉറങ്ങിക്കോ, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇന്നലെ മോള് നന്നായി ഉറങ്ങിയല്ലേ? ഉറങ്ങിയച്ച. അച്ഛനത് ശ്രദ്ധിച്ചു. ഇന്നലെ ഞാൻ സ്വപ്നം കണ്ടു, അമ്മ വന്ന് എന്നെ ഉറക്കുന്നതായിട്ട്. അങ്ങനെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നന്നായി. അമ്മ സ്വപ്നത്തിൽ വന്നാണെങ്കിലും മോളെ ഉറക്കിയല്ലോ. മോൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയല്ലോ.
അതിന്റെ തെളിച്ച മുഖത്തുണ്ട്. ഇവിടെ ഇവിടെ മോള് പറയുന്ന കണ്ണേട്ടൻ ഉണ്ടാവുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് കാണുന്നില്ലല്ലോ. ഞാനും അത് ഓർത്തു. സാധാരണ ഇവിടെ ഉണ്ടാവാറുള്ളതാ. ഇന്ന് എവിടെ പോയെന്ന് അറിയില്ല. അത് കഷ്ടമായല്ലോ. ഞാൻ എത്ര ദിവസമായി ഒന്ന് പരിചയപ്പെടണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തെങ്കിലും തിരക്ക് വന്ന് കാണും. അതായിരിക്കും കാണാത്തത്.